ഹലോ ഗായ്സ്, വെൽക്കം ടു ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു പേപ്പർ കവായി പൗച്ചാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേപ്പറിൻ്റെ മുക്കാൽ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ബാക്കിയുള്ള പോർഷൻസ് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. അത് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാക്കണം കേട്ടോ മറക്കുന്നത്. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ തുറക്കുമ്പോൾ ഇന്നിങ്ങനെ കിട്ടുന്ന രീതിയിലാക്കണം അത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ പകുതി പരിപാടിയും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കത്രിക എടുത്തിട്ട് നമ്മുടെ ഈ പേപ്പർ പൗച്ചിൻ്റെ 4 മൂലയല്ലേ, അതിൽ 4 മൂലയിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് വെട്ടി കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂണതിന് വേണ്ടിയിട്ടാണ്. സ്ക്വയർ ഷേപ്പായാൽ ഒരു പൗച്ചിൻ്റെ ആ ഒരു ഫീൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അംബ്രല്ലൻ്റെയൊക്കെ പോലെ ഒന്നത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ഇതേപോലെ 4 കോർണേഴ്സും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ പേപ്പർ പൗച്ച് ഇപ്പോൾ അതേപോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേപ്പർ പൗച്ച് അടക്കാനും തുറക്കാനും ഒരു ലോക്ക് വേണമല്ലോ. പിന്നെ അതേപോലെ മിഡിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയൊന്ന് വെട്ടിക്കാണ്ട് ഇവിടുന്ന് ഒരു റൗണ്ട് ഷേപ്പാക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് ചെയ്ത് കൊടുക്കുക. അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഡിസൈനിനനുസരിച്ച് അതായത് സ്ക്വയർ ആക്കാം, പോരാത്തതിന് മറ്റേ ത്രികോണാക്കാം, റെക്റ്റാങ്കിളാക്കാം. ഇഷ്ടപ്പെട്ട കോർണർ എനിക്കിഷ്ടം ഈ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ബാലൻസ് പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്ക് അടയ്ക്കാനും തുറക്കാനും ഉള്ള മെത്തേഡാണ് കേട്ടോ. ഇത് നമുക്കിവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ നമുക്കത് ലോക്ക് ഇടാം കേട്ടോ. അത് ഉള്ളിലേക്ക് കയറ്റി ലോക്കാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലോക്ക് ഇപ്പം റെഡിയായി. നെക്സ്റ്റ് നമ്മൾ കവർ സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത്. ഇവിടെ ഈ കയ്യിലുള്ള ഇഷ്ടപ്പെട്ട കവർ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഞാൻ ഇപ്പോൾ ഒട്ടിക്കുന്നതാ ഇവിടെ ഇട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടത്ര കവർ സ്റ്റിക്കർ ഞാൻ ഈ പൗച്ചിന് ഒട്ടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനത് അറ്റാച്ച്ഡ് ആവാൻ്റെ ഒരു പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ട് അതേപോലൊരു ഡിസൈൻസ് വരച്ചു. അപ്പോൾ നമ്മുടെ പൗച്ച് കംപ്ലീറ്റ് റെഡി.